ചലനങ്ങൾ അറിയാവുന്ന ശാസ്ത്രബുദ്ധിക്ക് പ്രപഞ്ചത്തിൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് പറയുന്ന നിർണയവാദത്തിന്റെ ഒരു കോണ്ടക്സ്റ്റിലാണ് മാർക്സിസത്തിന് പിടിമുറുക്കുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് ഇത് പിന്നെ അതായത് ഫ്യൂഡലിസത്തിന് ശേഷം അങ്ങനെയുള്ള സാമൂഹ്യ ബന്ധങ്ങളില്ല ഇയാളെ നിർണയിക്കുന്നത്. അടിമത്വം, പിന്നെ പ്രാകൃത കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന ഘട്ടം, ഫ്യൂഡലിസം, പിന്നെ രാജാധികാരത്തിന്റെ ഘട്ടം, സാമ്രാജ്യത്വം, അതിൽ നിന്ന് വ്യവസായ മുതലാളിത്തത്തിന്റെ ഘട്ടത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിലേക്ക് വരും എന്നുള്ള ഒരു തരം ഒരു നിർണയവാദം എവിടെയാണ് തെറ്റിയത്? സോറി ഫോർ ഇന്ററപ്ഷൻ. എനിക്ക് ഈ തോപ്പിൽ ബാസിന്റെ കാലഘട്ടത്തിൽ തോപ്പിൽ ബാസ് നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എഴുതിയപ്പോ ആ പരമപ്പുള്ള പതാക പിടിച്ചെടുക്കുമ്പോ എല്ലാരും ഇൻക്ലാബ് സിന്ദാബാദ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലുണ്ടാക്കിയ ഒരു വലിയൊരു സംഭവം ഉണ്ടല്ലോ. അത് നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? അത് തെറ്റല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞത് അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു വ്യവസ്ഥയെ മനസ്സിലാക്കി നമുക്ക് പിന്നെ പരിശോധിക്കാൻ മുൻകാല അനുഭവങ്ങളൊന്നുമില്ലല്ലോ. പ്രപഞ്ചത്തെ സമൂഹത്തെ ക്രമപ്പെടുത്തുവാൻ നമ്മളെ ധാരണകൾ മാത്രമാണല്ലോ. കാരണം എന്ന് പറഞ്ഞാല് സമൂഹത്തിന്റെ പരിണാമം എന്ന് പറഞ്ഞാല് ഏകദേശം 2.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഹോമോസോപ്പിയൻസ് ജീവിതം ആരംഭിക്കുന്നത് മുതലുള്ള പരിണാമത്തിന്റെ ചരിത്രം വെച്ചുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും മനുഷ്യനുണ്ടാക്കിയിട്ടുള്ള വികാസത്തിന്റെ ഒരു ക്രമവും ക്രമരാഹിത്യവും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് പരസ്പരം വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ ഇപ്പൊ ഒരു മനുഷ്യൻ വേണുമാഷ് എന്ന് പറയുന്ന ഒരു സ്വത്വം എന്ന് പറഞ്ഞാൽ വേറെ സത്വല്ല. ഞാൻ പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് പിഴക്കുന്നത് മനുഷ്യന്റെ പരിണാമം. എവിടെയാണ് ഇപ്പൊ മാർക്സിസത്തിന് നിന്നെ സംബന്ധിച്ചിടത്തോളം നീ എന്റെ വ്യക്തികൾക്ക് മാർക്സിസത്തിന് ഈ കമ്മ്യൂണിസത്തിന് നീ എന്തെന്നാ എതിരായിട്ടാണ് കാണുന്നത്? ഓരോ സമൂഹങ്ങളിലും വ്യത്യസ്ത. അല്ല അയാൾക്ക് സോറി വേണു ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? അല്ല, അത് വേറെ വിഷയല്ലേ. വേണു എവിടെ നിന്നാലും നമുക്ക് വിഷയമല്ലല്ലോ. ഹലോ, വേണു എവിടെയെങ്കിലും നിന്നോട്ടെ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ചിന്തക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്ക് എന്ന് പറഞ്ഞാൽ തുറവും തുച്ഛമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം അതിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം തുറന്നിട്ട വലിയ സാധ്യതകളുണ്ടല്ലോ. അതിനുശേഷം നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ നേതൃത്വത്തിലൊക്കെ വികസിച്ചു വന്ന ഒരു സൈനികാധിപത്യത്തിന്റെ തലത്തിലേക്ക് ഫ്രഞ്ച് ജനത മാറിപ്പോയി. അല്ല, ഇടപെടുന്നതിന് ചെറിയ സംശയം, ഇടപെടുന്നതിന് ശ്രമിക്കണം. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസത്തിന് ഇങ്ങനെ ഞാൻ അതിലേക്കാണ് പറ്റിപ്പോയത് വരുന്നത്? കമ്മ്യൂണിസത്തിലേക്ക് പറ്റിപ്പോയത് ഒരു സാമൂഹ്യ ഡെവലപ്മെന്റിനെ കൃത്യമായിട്ട് കള്ളിയും തിരിച്ച് നിർണയിക്കുക എന്ന് പറഞ്ഞാൽ അസ്വാഭാവികം. കാരണം പ്രപഞ്ചത്തിന്റെ ഡെവലപ്മെന്റ്, പ്രപഞ്ചം നിരന്തരം പരിണമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് ഏകദേശം 1300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബാങ്ങിന്റെ കാലം മുതൽ ആരംഭിച്ച പരിണാമത്തിന്റെ പ്രക്രിയ 450 കോടി വർഷങ്ങൾ മുമ്പ് ഇന്ത്യ അല്ലാതെ ഒരു സൗരയൂഥ രൂപീകരണവും അതിന്റെ ഡെവലപ്മെന്റ് ഭാഗമായിട്ടുള്ള പരിണാമ പ്രവർത്തനമാണല്ലോ. ഇവിടെ ഏതെങ്കിലും ഒരു പോർഷനിൽ വെച്ചുകൊണ്ട് നിർത്തിക്കൊണ്ട് അതിനെ ഒരു അനലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ രീതിയിൽ അനലൈസ് ചെയ്താണ് ആവേശമായി മാർക്സിസം ിലൂടെ ഡെവലപ്പ് ചെയ്തെന്ന് സമൂഹത്തിന്റെ മുഴുവൻ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള പരിമിതമായ സാമൂഹ്യ നിരീക്ഷണ ടൂള് വെച്ചുകൊണ്ടാണ് മാർക്സ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പ്രത്യയശാസ്ത്രത്തെ ക്രമപ്പെടുത്താനുള്ള ശ്രമം നടത്തിയത്. ഈ ഘട്ടത്തിൽ തന്നെ അയാള് ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാരീസ് കമ്മ്യൂണിസ്റ്റ് സുനി സർ, ഞാൻ നിങ്ങളോട് സുധി, എനിക്ക് പഴയ ഒരു നക്സലൈറ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകർ നിലയ്ക്ക് പഴയ കാലത്ത് നിങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, അതിനെ നിങ്ങളെപ്പോ ഇപ്പോ ഈ 2026 എങ്ങനെയാ നോക്കിക്കാണുന്നത്? ശരിക്കും പറഞ്ഞാല് കുറ്റബോധം തോന്നുന്നുണ്ടോ? കുറ്റബോധം ഇല്ല. കാര്യം ഇവിടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ദിനേശ, ഇനി നിർത്തി.